ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വ്ളോഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നത്തെ വ്ളോഗ് ഒരു സെലിബ്രേഷൻ വ്ളോഗാണ്. സോ എന്താണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇന്ന് എനിക്കൊരു അച്ചീവ്മെൻറ്റ് ഞാൻ നേടിയെടുത്ത ദിവസമാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ 500K ഫോളോവേഴ്സ് ഞാൻ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. സോ അഖിലേട്ടൻ പറഞ്ഞു നമുക്കെന്നാൽ അത് സെലിബ്രേറ്റ് ചെയ്യാം. അഖിലേട്ടൻ്റെ വക ഒരു ലഞ്ചൊക്കെ അഖിലേട്ടൻ ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ നമുക്ക് ഷീലുവിനെയൊക്കെ കൂട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ കമാ, മുടി ഒന്ന് ചെയ്യുമായിരുന്നില്ലേ? ഇതാണ് സ്റ്റൈല്. കുട്ടികൾ ഇതാണ് ആഗ്രഹിക്കുന്നത്. ഏത് കുട്ടികൾ? സോ ഇന്ന് എനിക്കൊരു കിഡിലൻ ലഞ്ച് ആണ് അഖിലേട്ടൻ ഓഫർ ചെയ്തിരിക്കുന്നത്. ലഞ്ച് ഇപ്പൊ കുറച്ചായിട്ട് ഡസ്റ്റ് അലർജിയുടെ പ്രശ്നം എനിക്ക് നല്ലപോലെ ഉണ്ട്. അതുകൊണ്ട് മാസ്ക് വെച്ചാൽ ഞാൻ എവിടെയും പോവാറുള്ളൂ. അപ്പൊ അതല്ലേ പറഞ്ഞ മുടി ചീകി വൃത്തിക്ക് നടക്കാൻ. അഖിലേട്ടൻ താടിയൊക്കെ ട്രിം ചെയ്ത് നല്ല കുട്ടപ്പനായിട്ടാണ് വന്നേക്കണത്. കണ്ട, അവൾ ചുംബിച്ച പാട് മറയ്ക്കാൻ ഞാൻ തീർത്തതായിരുന്നു ആ കള്ളത്താടി. ആ കള്ളത്താടിയുടെ ഇടയ്ക്ക് കുറെ വെള്ളത്താടി ഉണ്ട് പ്രായത്തിന്റെ. പണ്ട് കലോത്സവ വേദിയിൽ കളിച്ച നാടോടി നൃത്തം ഒന്നുകൂടി പൊടുത്തിട്ട് എടുക്കുകയാണ് അഖിലേട്ടൻ. സോ ഇതാണ് ഞങ്ങളുടെ ലഞ്ച് ഡെസ്റ്റിനേഷൻ, ഗ്രാൻഡ് ഓൺട്രേ. ഇന്ന് ഞാനൊരു കലക്ക് എന്റെ കറവേട്ടാ. ഇവിടെ ശരിക്കും റിച്ച് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. എന്തരാകും എന്തോ അവസാനം എന്നോട് പണയം വെക്കൂ. മെനു കാർഡ് കിട്ടിയാൽ പിന്നെ അഖിലേട്ടൻ പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെയാണ്. അരിച്ച് പെറുക്കി വായിക്കും, എന്നിട്ട് അവസാനം പറയും 2 മട്ടൻ ബിരിയാണി. ഇത് അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്നതാണ്. നല്ല ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് തൊണ്ട വയ്യാത്തതുകൊണ്ട് കുടിക്കാൻ പറ്റിയില്ല. 2 അഖിലേട്ടൻ കുടിച്ച്. കുറച്ച് സമയത്തെ കാത്തിരിപ്പിന് ശേഷവും ഭക്ഷണം വരാണ്ടായപ്പോൾ അഖിലേട്ടൻ മാടമ്പിള്ളിയിൽ മാനസിക രോഗിയായി മാറി. അപ്പുറത്തെ ടേബിളിൽ ഇപ്പുറത്തെ ടേബിളൊക്കെ നോക്കിയപ്പോൾ അവിടെ വന്നിട്ടില്ല. അപ്പോൾ ആശ്വാസമായി. അങ്ങനെ ഞങ്ങളുടെ സ്റ്റാർട്ടേഴ്സ് വന്നു. ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ആ ഫിഷിൻ്റെ ഐറ്റം കാന്താരി ഫിഷ് അങ്ങനെ എന്തോ ആണ്. അത് നല്ല ടേസ്റ്റാണ്. ഇതിന് മുന്നേ ഞങ്ങൾ ഒരു വട്ടം വന്നപ്പോഴും ഈ സെയിം ഡിഷ് ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. കണ്ടോ എൻ്റെ അഖിലേട്ടൻ്റെ കരുതൽ കണ്ടോ? എനിക്ക് തന്നിട്ട് എൻ്റെ അഖിലേട്ടൻ സാപ്പിടൂ. അല്ല, ഇനി നീ ഇതൊരെണ്ണം സാപ്പിട്ടാൽ മതി എന്നാണോ? ഇതാണ് ഞങ്ങളുടെ മെയിൻ ഐറ്റം, മട്ടൻ ബിരിയാണി. ഞങ്ങൾ ഇലയിൽ മതിയെന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഫുഡ് ഇലയിലാണ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഖിലേട്ടൻ്റെ ഇരിപ്പുണ്ടായ വലിയ വിശപ്പില്ലാത്ത പോലെയാണെങ്കിലും സമയം 2:30-3 മണി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ആ പുള്ളി ഒന്ന് സെർവ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആരംഭിക്കാമായിരുന്നു. ഇത് അഖിലേട്ടൻ സജസ്റ്റ് ചെയ്ത പ്ലേസ് ആയതുകൊണ്ടൊന്നും അറിയില്ല, ഓരോ വായ കഴിക്കുമ്പോൾ അഖിലേട്ടൻ അരബ എക്സ്പ്രഷൻ ഇടുമായിരുന്നു. ബട്ട് ടു ബി ഓണസ്റ്റ്, ഫുഡ് വാസ് റിയലി ഗുഡ്. അടിപൊളി ഫുഡായിരുന്നു. പൈസ കൊടുത്താലേ അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ അത്രേ. അപ്പോൾ പൈസയും കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് കേക്ക് ഷോപ്പിലോട്ടാണ്. ഇത് കളമശ്ശേരിയിലുള്ള ഷോപ്പാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഞങ്ങൾ തലേ ദിവസം ഓർഡർ കൊടുത്തിരുന്നു. സോ നമുക്ക് പോയി കളക്ട് ചെയ്തിട്ട് വരാം. ഇതൊക്കെ കാണുമ്പോൾ കോരിയെടുത്ത് തിന്നാൻ തോന്നും, പക്ഷെ തിന്നരുത്, കലോറിയ. ദാ സൈഡിൽ കാണുന്ന നീല പെയിൻ്റ് അടിച്ച വീടാണ് എൻ്റെ വീട്. അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് മാറ്റാം. അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഷീല അവിടെ നിൽക്കുന്നുണ്ട്. ഷീല വിചാരിക്കുന്നുണ്ടോ ഇതുകൾ കുറേ നേരം വന്നിട്ട് ഇതുവരെ അങ്ങോട്ട് എത്തുന്നില്ല. ഞങ്ങൾക്ക് വർത്താനം പറഞ്ഞ് കഴിഞ്ഞില്ലായിരുന്നു. കുറച്ചു നേരം വഴിയിലിരുന്ന് പറയാമെന്ന് വിചാരിച്ചു. എങ്ങോട്ട് വന്നാണ് ചൂലും പിടിച്ച് ഉമ്മറത്ത് നിൽക്കാം. വന്ന് കയറണോ അതോ തിരിച്ചു പോകണോന്ന് ആലോചിച്ച്. വാവ്, അലുത്തില്ല ഗൈസ്. കാറിൽ ഓൾമോസ്റ്റ് 1 hour ട്രാവൽ ഉണ്ട് ഞങ്ങൾക്ക് വീട്ടിലോട്ട്. ആ സമയം കൊണ്ട് കേക്ക് ഒരു പരിവാവുന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒന്നും പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ 500K ഞാൻ നേടിയെടുത്തത് എൻ്റെ മാത്രം കഴിവ് കൊണ്ടല്ല. അതിൻ്റെ എൻ്റെ കൂടെ നിന്ന് തുടക്കം മുതലേ നിന്ന് പ്രവർത്തിച്ച ഷീല ചന്ദ്രബോസിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാ. അതല്ല കത്തി, ഇതാണ് കത്തി. മേക്കപ്പൊന്നുമില്ല. പിന്നെ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും നിന്ന് പലതവണയായി പ്രവർത്തിച്ചിട്ടുള്ള അഖിലേട്ടനും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു.
ഇപ്പൊ അച്ഛന് നന്ദി ഒന്നും അച്ഛൻ ഇതിലൊന്നിലും ഇടപെടാതെ വെറുതെ ഒരു കാണിയായി നിന്നെല്ലാം കണ്ടു രസിച്ച അച്ഛനും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മുറിക്കുക. ശരാ അഞ്ഞൂറൊക്കെ കിട്ടിയാൽ ആദ്യം തരാം. നല്ല കേക്കാണ്, ഭയങ്കര മധുരം. ഫിഗ് ആൻഡ് ഹണി അല്ലേ? നല്ല കേൾക്കാണ്, ഭയങ്കര മധുരമാണോ? സൂപ്പർ കേക്ക് കേട്ടോ. അപ്പോൾ ഈ കേക്ക് ശരിക്കും 500K ആക്കി വിഭജിച്ച് തരണം എന്നുണ്ട്. പക്ഷേ ചിരി അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ അത് തിന്നാന്നാണ് വിചാരിക്കണത്. എന്തായാലും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആയി വളർന്ന് പന്തളിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ കൂടി ഉണ്ടാവണം. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. പറയുന്നത് തിരിയുന്നില്ലെന്ന് തോന്നുന്നു. എന്നാലും ബൈ.